വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പ്യൂൺ നൈറ്റ് വാച്ച്മാൻ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ ആൻസർക്ക് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഇത് ഇയർ പഠിച്ചിരിക്കണം അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഇനി ഈഴവ മെമ്മോറിയൽ നടന്നത് എന്നാണ്? ഈഴവ മെമ്മോറിയൽ 1896 അല്ലേ. ഈഴവ മെമ്മോറിയൽ 1896 നടന്നത്. ഇനി പാലിയം സത്യാഗ്രഹം 1947 പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമോ 1924 വൈക്കം സത്യാഗ്രഹം. അപ്പോൾ നമുക്ക് ഏതാ ഓപ്ഷൻ വരുന്നത്? ബി ആണല്ലോ അല്ലേ. ഫസ്റ്റ് വരുന്നതാണ് ഈഴവ മെമ്മോറിയൽ വരും, പിന്നെ വൈക്കം സത്യാഗ്രഹം വരും, പിന്നെ ഏതാ വരുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, അങ്ങനെയാണല്ലേ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ് അല്ലേ. സി ശങ്കരൻ നായരാണ് INCയുടെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി. നെക്സ്റ്റ്, 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1900. അപ്പോൾ ആർക്കാണ് ഇത് സമർപ്പിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കാണ്? ലോർഡ് കേഴ്സൺ പ്രഭു ആണ് അല്ലേ. കേഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ബടാനന്ദിൻ്റെയാണ് അല്ലേ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദിനെയാണ്. അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, ശരിയാണല്ലോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി. കുര്യാക്കോസ് ഏലിയാസ് ചവറ ആത്മാനുതപ അല്ലേ. ആത്മാനുതപ, അതും ശരിയാണ്. അപ്പോൾ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചവറ ആത്മാനുതാപം, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണല്ലേ. ഓപ്ഷൻ എ ആണ് വരുന്നത്. വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം ഏത് ഇയറാണ്? 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ് അല്ലേ. ഓപ്ഷൻ ബി DK കാർവെയാണ് 1916 പൂനെയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ് അല്ലേ. 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. നെക്സ്റ്റ്, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലായിരുന്നു? ബോംബെയിലായിരുന്നു അല്ലേ. ബോംബെയിലാണ്. നെക്സ്റ്റ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് MG റാനഡെ. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ്? ധനബില്ലാണ് അല്ലേ. മണി ബില്ലാണ് ചോദിച്ചിരിക്കുന്നത്, എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ധനബില്ല് എവിടെയാണ്? ഏത് സഭയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്? ഏത് സഭയിലാണ്? ലോകസഭയിലാണ് അല്ലേ. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്?
ഓപ്ഷൻ ബി ഹൈക്കോടതി. അനുച്ഛേദം 226 ഹൈക്കോടതിയും സുപ്രീം കോടതി ഏതാണ്? അനുച്ഛേദം ആർട്ടിക്കിൾ 32 പ്രകാരമാണ് എന്ത് മൗലിക അവകാശങ്ങൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അല്ലേ? ആർട്ടിക്കിൾ 32 നെക്സ്റ്റ്, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാണ് ഭരണഘടനാ ഭേദഗതി? കഴിഞ്ഞ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. 61 ഭേദഗതിയാണ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? കൺകറൻറ്റ് ലിസ്റ്റാണ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ് രാജ്യസഭ അല്ലേ. അപ്പോൾ 5 വർഷമാണ് സഭയുടെ കാലാവധി എന്ന് പറയുന്നത് തെറ്റായിരിക്കും അല്ലേ. ഇനി സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? അല്ലല്ലോ, സ്പീക്കറാണോ അധ്യക്ഷത വഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്? ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പോൾ 1, 2 ശരി അല്ലേ. ഓപ്ഷൻ സി 1, 2 ശരി. നെക്സ്റ്റ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. നെക്സ്റ്റ്, സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ? ഓപ്ഷൻ ബി ഗുൽസാർലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ചൈനയുമായിട്ടില്ലേ. 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ചൈനയുമായിട്ടാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? ഓപ്ഷൻ സി വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഹിരാക്കുഡ് മഹാനദിയിലാണ്. ഹിരാക്കുഡ് മഹാനദി. സർദാർ സരോവർ നർമ്മദാ നദി. കൃഷ്ണരാജ സാഗർ കാവേരി നദി. നിസാം സാഗർ ഗോദാവരി. ഓപ്ഷൻ സി 1, 3, 2, 1, 3, 4, 4, 2. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ആരാണ് ഗുണഭോക്താക്കൾ? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ട. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തതേത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാക്കുന്നു. തെറ്റാണല്ലോ. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. ശരിയാണല്ലേ. അതുപോലെ മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാദ്രി. നിരപ്പായ താഴ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നു. തെറ്റാണല്ലോ അല്ലേ. അപ്പം നമുക്ക് തെറ്റ് ചെയ്താൽ വരുന്നത് 1ഉം 4ഉം സവിശേഷതകളല്ല. നെക്സ്റ്റ്, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? നല്ലളം. ഓപ്ഷൻ ബി നല്ലളം.
2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ഇരവിക്കുളം, സൈലന്റ് വാലി തന്നിട്ടുണ്ട്. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. മതികെട്ടാൻ ചോല ഏതാണ് വരുന്നത്? മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി മാറിയില്ലേ മതികെട്ടാൻ ചോല. ഇരവിക്കുളവുമായി ബന്ധപ്പെട്ടത് നീലഗിരി താറാണ്. സൈലന്റ് വാലി ഏതാണ്? നീലഗിരി കുന്നുകൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 3, 2, 4, 3, 2, 4, 1. നെക്സ്റ്റ്, ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? ലൂ ആണല്ലേ. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ എന്നാണ് അറിയപ്പെടുന്നത്. പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും പെരിയാർ നദിയാണ്. പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. തെറ്റാണല്ലോ അല്ലേ? പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ശരിയാണ്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1, 3, 4 ശരിയാണ്. നെക്സ്റ്റ്, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. നെല്ലിക്കാപ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. ഓപ്ഷൻ ബി പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി പുല്ലമ്പാറ. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? കരേവാസ് മണ്ണ്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? മഴനിഴൽ പ്രദേശങ്ങൾ. ഓപ്ഷൻ സി മഴനിഴൽ പ്രദേശങ്ങൾ. നെക്സ്റ്റ്, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. കല്ലടയാറിൻ്റെ പതനസ്ഥാനമാണ്. തെറ്റാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. ശരിയാണല്ലേ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതും ശരിയാണ്. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ, അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് തന്നതിൽ തെറ്റേതാണ്? 1ഉം 4ഉം തെറ്റാണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? നീണ്ടകരയാണല്ലേ. കൊല്ലം നീണ്ടകരയാണ് ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്നത്. നീണ്ടകര. നെക്സ്റ്റ്, കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ശരിയായത് ഏതാണ്? 3, 4 ആണ് ശരി. ഓപ്ഷൻ എ 3, 4 ശരിയാണ്. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക.
കരുമാടിക്കുട്ടൻ സ്മാരകം. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലല്ലേ? കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ല. ചന്ദ്രഗിരി കോട്ട. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം കൊല്ലം. വാഗൻ ട്രാജഡി സ്മാരകം മലപ്പുറം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഓൾറെഡി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമുക്ക് തന്നിരിക്കുന്നതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് എന്ന് പറയുന്നതും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. തെറ്റാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമേ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും. തെറ്റാണ്. അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. തെറ്റാണ്ടോ. അപ്പോൾ നമുക്കിതിൽ തെറ്റ് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 4, 6 ആണ് തെറ്റ്. 1, 4, 6 ആണ് തെറ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? ഓപ്ഷൻ സി ചലച്ചിത്രരംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഓപ്ഷൻ ഡി സാറ ജോസഫ്. നെക്സ്റ്റ്, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഫംഗസ് ആണല്ലേ. പുതിയ സിയാട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ്, നാഗ പതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? കുരുമുളകാണല്ലേ. കുരുമുളക്. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണല്ലേ. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. നെക്സ്റ്റ്, സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതാണ്? കൂടിയാട്ടമാണ്. ഓപ്ഷൻ ഡി 1 മാത്രമാണ് ശരി. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് ചോദിച്ചിരിക്കുന്നത്. വാഹനങ്ങളിൽ റിയർവ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണം. അപ്പോൾ പ്രസ്താവന 2, 4 ആണ് ശരി വരുന്നത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഏതാണ്? ഇലക്ട്രോൺ ജെ തോംസൺ ആണ്. ശരിയാണല്ലോ. പ്രോട്ടോൺ ജെയിംസ് ചാഡ്വിക് ആണോ? അല്ലല്ലോ അല്ലേ. നമുക്കറിയാം, നമുക്കൊരു കോഡ് ഉണ്ടല്ലോ, പെൻ RTC എന്ന് പറഞ്ഞിട്ടില്ലേ. പെൻ RTC എന്ന് പറഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ ആരാണ് വരുന്നത്? റുദർഫോർഡ് ആണ് വരുന്നത് അല്ലേ. റുദർഫോർഡ് ആണ് വരുന്നത്. ന്യൂട്രോൺ ആണ് ചാഡ്വിക് വരുന്നത് അല്ലേ. അപ്പോൾ 1 മാത്രമാണ് ഇവിടെ ശരിയായ ജോഡി എന്ന് പറയുന്നത്. 1 മാത്രമാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ഏതിൽ നിന്നാണ്? ഓപ്ഷൻ സി കലാമിൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെയാണ് സൂചിപ്പിക്കുന്നത്? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ഏതാണ്? ഹൈഡ്രജൻ അല്ലേ. ഹെൻറി കാവൻഡിഷ് ആണ് മൂലകം കണ്ടെത്തിയത്. മാസ് നമ്പർ 1 ആണ്. ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്?
ഓപ്ഷൻ ഡി ഡോക്ടർ സമീർ ബി കാമത്താണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് സുന്ദർലാൻഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പ്രൊഫഷണൽ ആൻസർക്ക് വരുമ്പോൾ നോക്കാം കേട്ടോ. നെക്സ്റ്റ്, മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ഓപ്ഷൻ സി പ്രോട്ടോസോവ. നെക്സ്റ്റ്, വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ്? ഓപ്ഷൻ ബി സാൽമണല്ല ടൈഫി. ടൈഫോയിഡ് ആണ് സാൽമണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ഏതാണ്? മോണോസൈറ്റ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ. നെക്സ്റ്റ്, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? BCG. നെക്സ്റ്റ്, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9/11. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്തരപാളി ഏതാണ്? മെനിഞ്ചസ്. ഓപ്ഷൻ സി മെനിഞ്ചസ്. നെക്സ്റ്റ്, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. ജീവകം കെ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28 ലോക പൈതൃക സംരക്ഷണ ദിനം. നെക്സ്റ്റ്, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി ആണ്. ഓപ്ഷൻ ബി മിഠായി. നെക്സ്റ്റ്, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ഓപ്ഷൻ സി നൈഗ്ലേരിയ ഫൗലേരി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഓപ്ഷൻ എ ആശാധാര. താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ്? മാത്സ് ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, മാത്സ് ആണ്. താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി 50x6 54. നെക്സ്റ്റ്, 20-ൻ്റെയും 30-ൻ്റെയും ഉസാഗ 10 ആണെങ്കിൽ അവയുടെ ലസാഗു എത്രയാണ്? ഓപ്ഷൻ എ 60. നെക്സ്റ്റ്, 8/3-ൻ്റെ 3/4 ഭാഗം എത്രയാണ്? ഓപ്ഷൻ ബി 2. 726 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? 7.26 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, 8a² + 9a² വില കാണുക. ഓപ്ഷൻ ബി 145. നെക്സ്റ്റ്, ഒരു ബാസ്കറ്റ് ബോൾ കളിക്കാരൻ്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18 പോയിൻ്റാണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ്? ഓപ്ഷൻ സി 19. √64 + √100ൻ്റെ വില എന്താണ്? ഓപ്ഷൻ ഡി 18. ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം എത്രയാണ്? 25%. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കാണുക. ഓപ്ഷൻ ബി 70 ഡിഗ്രി. ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്രയാണ്? 15 km/h. വില കാണുക. ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 20. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ ബി 30. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക.
ഓപ്ഷൻ സി 2, 3, 5, 11. 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? ഏതാണ് 0? ഏത് തരത്തിലുള്ള സംഖ്യയാണ്? പൂർണ്ണസംഖ്യയുമാണ്, അതുപോലെ തന്നെ രേഖീയ സംഖ്യയാണ്. ഓപ്ഷൻ ഡി 1, 3 ശരിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ സി 28. ബാക്കിയൊക്കെ സ്ക്വയർ ആണല്ലേ. താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേരെഴുതുക. ഏതാണ്? പ്രൊട്രാക്ടർ. നമുക്ക് തന്നിരിക്കുന്നതിന് പ്രൊട്രാക്ടർ. സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 60 ആണ് എങ്കിൽ മകൻ്റെ വയസ്സ് എത്രയാണ്? ഓപ്ഷൻ സി 15. ബസ് സ്റ്റാൻഡിൽ നിന്നും 10 AM യാത്ര തിരിക്കുന്ന ഒരു ബസ് 1 മണി PM അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നുവെങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം എത്രയാണ്? 3/2 കിലോഗ്രാമിൻ്റെ 10 മടങ്ങ് എത്ര? 15 കേട്ടോ, 15. 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്രയാണ്? 29. അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.